യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന നിരവധി ചലച്ചിത്രങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില ചലച്ചിത്രങ്ങൾ കണ്ടുകഴിഞ്ഞാലും മനസ്സിൽ വേദന ബാക്കി നിർത്തും. അത്തരമൊരു ചലച്ചിത്രമാണ് ഗ്രേവ് ഓഫ് ദ ഫയർഫ്ലൈസ് എന്ന അനിമേ ചലച്ചിത്രം. 1988 പുറത്തിറങ്ങിയ ഈ അനിമേ ചലച്ചിത്രം ഇന്നും വളരെയധികം പ്രസക്തമാണ്. നമുക്ക് ആ സിനിമയുടെ കഥ കേട്ടു നോക്കിയാലോ? വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് 1945-ലാണ്. തീരെ അവശനിലയിൽ, വസ്ത്രങ്ങളെല്ലാം അത്രമേൽ മുഷിഞ്ഞ് നടക്കുവാൻ പോലും പറ്റാതെ ഒരു പയ്യൻ അവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചാരിയിരിക്കുന്നുണ്ടായിരുന്നു. ജപ്പാനിലെ കോബെ എന്ന പ്രദേശമായിരുന്നു അത്. വിശപ്പ് കൊണ്ട് ഏറെ തളർന്നിരുന്ന അവന് തലയുയർത്താൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ആളുകൾ തലങ്ങും വിലങ്ങും കടന്നുപോയിക്കൊണ്ടിരുന്നു. അധികം ആരും തന്നെ അവനെ ശ്രദ്ധിക്കുന്നേയില്ല. എല്ലാവരും അവരവരുടെ ജീവിത തിരക്കുകളിലാണ്. എന്നിരുന്നാലും ഏതോ ഒരാൾ അവന്റെ പക്കൽ കുറച്ച് ഭക്ഷണം കൊണ്ടുവച്ചു. സേട്ട എന്നായിരുന്നു ആ പയ്യന്റെ പേര്. പക്ഷേ ആ ഭക്ഷണം എടുത്തു കഴിക്കാൻ പോലും ആവതില്ലാതെ അവൻ അവിടെ കുഴഞ്ഞു വീണു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഈച്ച വന്ന് അവന്റെ കവളിന്മേലിരുന്നു. അവന്റെ അനിയത്തിയുടെ വാക്കുകൾ, അവളുടെ സംസാരം അവന്റെ ഓർമ്മയിൽ തെളിഞ്ഞു. ചേട്ടാ, എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ആ കിടന്ന കിടപ്പിൽ അവൻ പറയുന്നുണ്ടായിരുന്നു, മോൾക്ക് വിശക്കുന്നുണ്ടോ? ചേട്ടൻ എന്തെങ്കിലും വാങ്ങി വേഗം വരാം. സമയം കടന്നുപോയി. സേട്ട അവിടെ തന്നെ കിടക്കുകയായിരുന്നു. വൈകുന്നേരം അവിടം ക്ലീൻ ചെയ്യാനായി സ്റ്റാഫ് വന്നു. സ്റ്റാഫ് സേട്ടയെ തട്ടി വിളിച്ചപ്പോ അനക്കമൊന്നുമില്ല. സേട്ട മരണപ്പെട്ടിരുന്നു. സേട്ടയുടെ പക്കൽ നിന്ന് ഒരു ക്യാൻഡി ബോക്സ് അയാൾക്ക് കിട്ടി. അതിനകത്താണെങ്കിൽ കാര്യമായി ഒന്നും തന്നെ ഇല്ല. ആ സ്റ്റാഫ് അതെടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. പുറത്ത് വീണ ആ ബോക്സിൽ നിന്ന് കുറച്ച് അസ്ഥിയും ചാരവും പുറത്തേക്ക് തെറിച്ചു വീണു. പെട്ടെന്ന് അവിടെ മുഴുവൻ മിന്നാമിനുങ്ങുകളാൽ നിറയാൻ തുടങ്ങി. അത് യാഥാർത്ഥ്യത്തിൽ മിന്നാമിനുങ്ങുകളുടെ ആത്മാവായിരുന്നു. തൊട്ടുപുറകെ ചെറിയൊരു പെൺകുട്ടിയുടെ ആത്മാവും അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ പെൺകുട്ടിയുടെ പേര് സെറ്റ്സുകോ എന്നാണ്. സെറ്റ്സുകോയുടെ ആത്മാവ് റെയിൽവേ സ്റ്റേഷനകത്ത് മരണപ്പെട്ട് കിടക്കുന്ന തന്റെ സഹോദരനെ കണ്ടു. ചേട്ടാ എന്നുറക്ക വിളിച്ച് ആത്മാവ് സെയ്റ്റയുടെ ശരീരത്തിനടുത്തേക്ക് ഓടിച്ചെല്ലാൻ തുടങ്ങി. പെട്ടെന്ന് അവളുടെ തോളിൽ ഒരു കൈ പതിച്ചു. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ സേട്ടയത നല്ല വസ്ത്രങ്ങൾ ധരിച്ച് അവളുടെ പിന്നിൽ നിൽക്കുന്നു. യാഥാർത്ഥ്യത്തിൽ അത് സേട്ടയുടെ ആത്മാവായിരുന്നു. തന്റെ ചേട്ടനെ കണ്ടതും സെറ്റ്സുകോയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. സേട്ട സ്നേഹത്തോടെ അവളുടെ ശരീരത്തിലെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞു. ശേഷം അവിടെ വീണ് കിടന്നിരുന്ന ആ ക്യാൻഡി ബോക്സ് എടുത്തു. അതിൽ നിറയെ ഇപ്പോൾ മിഠായിയുണ്ട്. അവനത് തന്റെ അനിയത്തിക്ക് കൈമാറി. ശേഷം ആ രണ്ട് ആത്മാക്കളും അവിടെ നിന്ന് ട്രെയിൻ കയറി യാത്ര തുടങ്ങി. പോകുമ്പോ അവരുടെ പിൻഭാഗത്ത് യുദ്ധത്തിന്റെ കാഴ്ചകൾ വ്യക്തമാണ്. മിസൈലുകൾ ഗ്രാമങ്ങളിൽ വന്നു പതിക്കുന്നു. അവരുടെ ഓർമ്മകൾ മാസങ്ങൾക്ക് മുന്നിലേക്ക് പോയി. 1945 മാർച്ചിൽ കോബെ ഗ്രാമത്തിൽ അമേരിക്കൻ ബോംബേഴ്സ് ആക്രമണം തുടങ്ങിയിരുന്നു. പസഫിക് വാറിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ആ ആക്രമണങ്ങൾ നടന്നിരുന്നത്. ശക്തമായ ആക്രമണങ്ങൾക്ക് മുമ്പ് സൈറൺ മുഴങ്ങും. ഗ്രാമത്തിലെ ജനങ്ങൾ ജീവനായി ഓടിക്കൊണ്ടിരുന്ന കാലം. സേട്ടോയും സെറ്റ്സുഗോയും അമ്മയും ഒന്നിച്ച് ആ ഗ്രാമത്തിലെ ഒരു വീട്ടിലായിരുന്നു താമസം. സേട്ടയുടെയും സെറ്റ്സുഗോയുടെയും അച്ഛൻ ഇംപീരിയൽ ജപ്പനീസ് നേവിയിലെ ക്യാപ്റ്റനാണ്. അദ്ദേഹം യുദ്ധമുഖത്തായി പോയിരിക്കുകയാണ്. അദ്ദേഹം തിരിച്ചു വരുമെന്നും ജപ്പാൻ യുദ്ധം വിജയിക്കുമെന്നും അവർ പ്രതീക്ഷിച്ചിരുന്നു. എല്ലാവരും ഷെൽട്ടറിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. സേട്ടയാകട്ടെ വീട്ടിലെ ഭക്ഷണ സാധനങ്ങളും അവശ്യ വസ്തുക്കളും അവരുടെ വീടിന്റെ പുറത്ത് മുറ്റത്ത് കുഴിച്ചിടുന്ന തിരക്കിലായിരുന്നു. അമ്മ വന്നു പറഞ്ഞു, മോനെ വേഗം ഷെൽട്ടറിലേക്ക് പോകാം. അമ്മ പൊക്കോളൂ, ഞാനിത് തീർത്ത് വേഗം വന്നോളാം എന്നായിരുന്നു സെയ്റ്റോയുടെ മറുപടി. അവരുടെ അമ്മ ഷെൽട്ടറിലേക്ക് പോയി. സെയ്റ്റ വേഗം സാധനങ്ങളൊക്കെ മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞ് തന്റെ അനിയത്തിയെ തന്റെ പുറത്തോട് ചേർത്ത് കെട്ടി അവിടെ നിന്ന് പുറപ്പെടാൻ വേണ്ടി ഇറങ്ങി. പോകുന്നതിന് മുമ്പ് വീട്ടിലുണ്ടായിരുന്ന അച്ഛന്റെ ഒരു ഫോട്ടോ അവൻ കയ്യിലെടുത്തു. പക്ഷെ പുറത്തിറങ്ങിയതും ശക്തമായ മിസൈൽ ആക്രമണം ആരംഭിച്ചിരുന്നു. വീടുകളൊക്കെ അഗ്നിക്കിരയാകുന്നു. യുദ്ധത്തിന്റെ ഭീകരമുഖം, ആളുകളുടെ നിലവിളികളും അലർച്ചകളും വളരെ വ്യക്തമായിട്ട് കേൾക്കാം. സേട്ട ഭയന്ന് തന്റെ അനിയത്തിയെയും കൂട്ടി വേഗം അവിടെ നിന്ന് ഓടിപ്പോവാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ ഗ്രാമത്തിന്റെ പരിധി വിട്ടവന് പുറത്തേക്ക് ഓടേണ്ടി വന്നു. ഒടുവിൽ അവർ സുരക്ഷിതരായ ഒരിടത്തിരുന്നു. അവിടെത്തിയതും അനിയത്തി ചോദിച്ചു, ചേട്ടാ നമ്മുടെ അമ്മ എവിടെ? അമ്മ ഷെൽട്ടറിലേക്ക് പോയിട്ടുണ്ടാകും എന്നായിരുന്നു സേട്ടയുടെ മറുപടി. അനിയത്തിയുടെ മുഖത്ത് സ്ഫോടനം കാരണം പടർന്ന കരിയും മറ്റും പിടിച്ചിരുന്നു. സേട്ട സ്നേഹത്തോടെ അത് തുടച്ചു മാറ്റി. അപ്പോഴാണ് അവൾ പറഞ്ഞത്, ചേട്ടാ എന്റെ ഷൂസ് നഷ്ടപ്പെട്ടു, എനിക്ക് പുതിയ ഷൂസ് വേണം. സേട്ട സെറ്റ്സുഗോയെ ആശ്വസിപ്പിച്ചു. മോള് വിഷമിക്കണ്ട, ചേട്ടൻ മോൾക്ക് നല്ല ഷൂസ് മേടിച്ചു തരാട്ടോ. ചേട്ടൻ എന്റെ പൈസയുണ്ട്, നോക്കിക്കേ എന്ന് പറഞ്ഞ് അവൾ തന്റെ ചെറിയ ബാഗ് പുറത്തെടുത്തു. അതിലുള്ള വസ്തുക്കൾ പുറത്തേക്ക് കൊട്ടി. അതിനകത്ത് കുറച്ച് നാണയത്തുട്ടുകളായിരുന്നു ഉണ്ടായത്. കൂട്ടത്തിൽ കുറച്ച് ബട്ടനുകളുമുണ്ട്. അതും പണമാണെന്ന മട്ടിൽ നിഷ്കളങ്കയായ ആ കുഞ്ഞുകുട്ടി ശേഖരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആഹാ,
നിന്റെ കയ്യിൽ കുറെ പണമുണ്ടല്ലോ, സെയ്റ്റ പറഞ്ഞു. നമുക്ക് ചെരുപ്പ് വാങ്ങാം, അമ്മയ്ക്കും കൂടി ഒരെണ്ണം വാങ്ങാം. സെറ്റ്സുഗോ സെയ്റ്റയോട് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് അവൻ അനിയത്തിയെ എടുത്തുയർത്തി. അപ്പോഴേക്കും അവിടെ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. സ്ഫോടനത്തിന്റെ ബാക്കി പത്രമായ കറുത്ത മഴ സെറ്റ്സുഗോയെ തോളിലേറ്റി സെയ്റ്റ അവിടെ നിന്ന് നടന്നു നീങ്ങാൻ തുടങ്ങി. ആ സമയം അവള് ചോദിച്ചു, ചേട്ടാ നമ്മൾ വീട്ടിലേക്കാണോ പോകുന്നത്? വീടൊക്കെ നശിച്ചു പോയില്ലേ മോളെ? നമ്മുടെ ഗ്രാമത്തിലെ എല്ലാം തന്നെ നശിച്ചുപോയി. അത് കേട്ട് സെറ്റ്സുഗോയ്ക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. അവൻ അവളെയും കൂട്ടി സുരക്ഷിതരായ ജനങ്ങൾ കൂടി നിന്ന് ഒരിടത്തേക്ക് നടന്നു ചെന്നുകൊണ്ടിരുന്നു. പോകുന്ന വഴിയിൽ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളും പരിക്കേറ്റ ആളുകളെയും അവരുടെ നിലവിളിയും മറ്റും അവർക്ക് കേൾക്കാമായിരുന്നു. ഒടുവിൽ ജനക്കൂട്ടമുള്ള ഇടത്തേക്ക് അവർ എത്തിച്ചേർന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു ഉദ്യോഗസ്ഥൻ സൈക്കിളിൽ വന്നത്. അടുത്ത കെട്ടിടത്തിൽ ഡോക്ടറുണ്ട് ും പരിക്കേറ്റവർ അങ്ങോട്ടേക്ക് ചെല്ലാനും അയാൾ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അനിയത്തിയെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകാൻ സേട്ട തീരുമാനിച്ചു. അവരങ്ങനെ ആശുപത്രിയിലെത്തി. നിരവധി ജനങ്ങൾക്കിടയിൽ ക്യൂ നിന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു സ്ത്രീ ഓടി വന്നത്. അവർ സേട്ടയ്ക്കടുക്കൽ ചോദിച്ചു, സേട്ട നീ നിന്റെ അമ്മയെ കണ്ടോ? നീ അമ്മയെ കണ്ടില്ലേ? നിന്റെ അമ്മയ്ക്ക് സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവർ ആശുപത്രിക്ക് അകത്താണുള്ളത്. നീ പോയി നോക്ക്, അതുവരെ അനിയത്തിയെ ഞാൻ നോക്കിക്കോളാം. അത് കേട്ടതും ഭയന്ന സേട്ട ആശുപത്രിയുടെ അകത്തേക്കോടി. സേട്ട അവിടെ എത്തുമ്പോൾ സാരമായി പരിക്കേറ്റ് നിരവധി പേർ അവിടെ ചികിത്സയിലുണ്ട്. അപ്പോഴാണ് ഒരു ഡോക്ടർ ഒരു മോതിരം കാണിച്ച്, ഈ മോതിരം അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. സേട്ട് നോക്കുമ്പോൾ അതവന്റെ അമ്മയുടെ മോതിരമാണ്. ഡോക്ടർ അവനെ അമ്മയുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വളരെയധികം പരിക്കേറ്റ് പൊള്ളലേറ്റിരുന്ന അവർ ബാൻഡേജിനാൽ പൊതിഞ്ഞ അവസ്ഥയിലാണ്. മുഖം പോലും കാണാൻ സാധിക്കുന്നില്ല. സേട്ടയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവരുടെ അവസ്ഥ വളരെയധികം കൂടുതലാണെന്നും അധിക നേരം സർവൈവ് ചെയ്യാൻ സാധ്യതയില്ലെന്നും അവിടെയുള്ളവർ പറയുന്നുണ്ടായിരുന്നു. അമ്മയെ സുഖപ്പെടുത്തണമെങ്കിൽ എത്രയും വേഗം അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയേ പറ്റൂ. എങ്ങനെയും അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്ന് സേട്ട ആലോചിച്ചു നിൽക്കാൻ തുടങ്ങി. പിന്നാലെ അവൻ പുറത്തേക്കിറങ്ങി ചെന്നു. അവന്റെ അനിയത്തി ആന്റിക്കൊപ്പം പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് എത്തിയവൻ അനിയത്തിയെ സമാധാനിപ്പിച്ചു. അമ്മയെപ്പറ്റി അവൾ ചോദിച്ചപ്പോ അവൻ ഒന്നും പറഞ്ഞില്ല. അമ്മയേറെ ഇഷ്ടമുള്ള അവൾ അമ്മയുടെ വിവരമറിഞ്ഞാൽ വല്ലാതെ ദുഃഖിക്കും എന്നവന് തോന്നിയിരുന്നു. അവൾ അവനോട് കുറച്ച് വെള്ളം ചോദിച്ചു. തന്റെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിൽ തുറന്ന് ഉടനടി അവൻ അനിയത്തിക്ക് വെള്ളം കൊടുത്തു. അപ്പോഴാണ് ആന്റി ചോദിച്ചത്, നിങ്ങൾ ബിസ്ക്കറ്റ് വാങ്ങിയോ? അവിടെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഇല്ലെന്നവര് പറഞ്ഞതും ഞാൻ മേടിച്ചുകൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആന്റി അങ്ങോട്ടേക്ക് പോയി. സെറ്റ്സുഗോ സേട്ടയോട് ചോദിച്ചു, അമ്മ എവിടെ? ഇവിടെ അമ്മ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്? അത് മോളെ, അമ്മ വേറൊരു ആശുപത്രിയിലാ, ഇവിടെ ഇല്ല. തൽക്കാലം ദേ നീ ഇത് നിന്റെ കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞ് അമ്മയുടെ റിങ് അവൻ സെറ്റ്സുഗോയുടെ ബാഗിൽ വെച്ചു. പിന്നാലെ ബിസ്ക്കറ്റുമായ ആ ആന്റി ഓടി എത്തി. തന്റെ കൂടെ വരാൻ പാടില്ലേ എന്ന് അവരോട് ചോദിച്ചു. പക്ഷെ സെറ്റ്സുഗോ ആകട്ടെ എനിക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് നിർത്താതെ കരയാൻ തുടങ്ങി. സേട്ടയ്ക്ക് എങ്ങനെ അനിയത്തിയെ ആശ്വസിപ്പിക്കണം എന്നൊരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവളുടെ മുമ്പിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പിയിൽ തൂങ്ങി അഭ്യാസങ്ങൾ കാണിച്ച് അവളെ സന്തോഷിപ്പിക്കാനും മറ്റും അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അധികം വൈകാതെ അവരുടെ മാതാവ് മരണപ്പെട്ടു. വിവരം സേട്ടയെ അറിഞ്ഞു. സെറ്റ്സുഗോയെ അവൻ അറിയിച്ചതുമില്ല. നിരവധി മൃതദേഹങ്ങളുണ്ടല്ലോ, ഒന്നൊന്നായി അടക്കം ചെയ്യൽ സാധ്യമല്ല. അവരുടെ മാതാവ് കൂട്ടിയിട്ട മൃതദേഹങ്ങളിൽ ഒന്നായി ഈ ലോകത്ത് നിന്ന് എരിഞ്ഞില്ലാതാക്കപ്പെട്ടു. അവിടെ നിന്ന് കിട്ടിയ കുറച്ച് ചിതാഭസ്മവും ഒരു ബോക്സിലാക്കി സേട്ട സെറ്റ്സുഗോയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. സെറ്റ്സുഗോ അപ്പോൾ ആന്റിയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ വീട്ടിലേക്ക് കടന്നതും തന്റെ കയ്യിലുള്ള ചിതാഭസ്മത്തിന്റെ പെട്ടി വീടിന് പുറത്ത് ഗാർഡന്റെ ഭാഗത്ത് സേട്ട ഒളിപ്പിച്ചു വെച്ചു. സെറ്റ്സുഗോ അതിനെപ്പറ്റി ചോദിച്ചാൽ എന്തു പറയും എന്നവനൊരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. അവൻ വന്നതും സെറ്റ്സുഗോ പുറത്തേക്ക് ഓടി വന്നു. അമ്മ വന്നു എന്ന് ചിന്തിച്ചായിരുന്നു അവളുടെ വരവ്. ചേട്ടൻ ഒറ്റയ്ക്ക് വന്നത് കണ്ട അവൾ ചോദിച്ചു, അമ്മ എവിടെ? അമ്മയെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞല്ലേ ചേട്ടൻ പോയത്? അവൻ പറഞ്ഞു, അമ്മ ഇപ്പോ ആശുപത്രിയിലാ മോളെ, സുഖപ്പെട്ട ശേഷം ചേട്ടൻ പോയി കൂട്ടിക്കൊണ്ടുവരാട്ടോ. എന്തായാലും അവർ ആന്റിയുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അന്ന് മുറിയിലിരിക്കുമ്പോ അമ്മയുടെ റിങ് നോക്കിക്കൊണ്ട് സേട്ട പറഞ്ഞു, ചേട്ടാ അമ്മ ഈ റിങ് ഒരിക്കലും മാറ്റാറില്ലാത്തതാണല്ലോ, എന്നിട്ടും അമ്മ എനിക്ക് ഈ റിങ് തന്നില്ലേ? അമ്മ വരുമ്പോ അമ്മയോട് എനിക്ക് നന്ദി പറയണം. പിന്നല്ലാതെ ഈ റിങ് ഒരിക്കലും മോള് കളയരുതട്ടോ, മോളിത് സൂക്ഷിച്ചു വെക്കണം. സേട്ട അവൾക്ക് മറുപടി കൊടുത്തു. അന്ന് രാത്രി അനിയത്തി ഉറങ്ങിക്കഴിഞ്ഞപ്പോ പുറത്ത് ഗാർഡനിൽ ചെന്ന് ചിതാഭസ്മം എടുത്ത് അവൻ വീടിന്റെ അകത്തേക്ക് വന്നു. അടുത്ത ദിവസം വീട്ടിലവൻ കുടിച്ചിട്ട സാധനങ്ങൾ എടുക്കാൻ വേണ്ടി തങ്ങളുടെ ഇടത്തേക്ക് പോയി. എല്ലാം തകർന്നിരുന്നു. വീടിന്റെ മുറ്റത്ത് അവൻ കുടിച്ചിട്ട ഭക്ഷണ സാധനങ്ങളും മറ്റും അവന് കിട്ടി. സെറ്റ്സുഗോയുടെ മിഠായി ബോക്സും അതിലുണ്ടായിരുന്നു. അവൻ അതുമായി ആന്റിയുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. ആന്റിയുടെ പക്കൽ അതൊക്കെ ഏൽപ്പിച്ചു. കുറെ ഭക്ഷണ സാധനങ്ങൾ കണ്ടതും ആന്റിക്ക് വലിയ സന്തോഷമായി. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലമായതുകൊണ്ട് ഭക്ഷണ
ഭക്ഷണത്തിനൊക്കെ വലിയ ഡിമാൻഡായിരുന്നു. അത്രമേൽ ദാരിദ്ര്യം എങ്ങും നിറഞ്ഞു നിന്നിരുന്നു. ഭക്ഷണം കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. അമ്മയെപ്പറ്റി ആന്റി ആ സമയം സേട്ടയോട് ചോദിച്ചു. സേട്ട ആന്റിയോട് സത്യം പറഞ്ഞു. അമ്മ മരണപ്പെട്ടു എന്ന സത്യം. അത് കേട്ടതും ആന്റി ഞെട്ടിയിരുന്നു. പിന്നെന്താ നീ ഇക്കാര്യം ഇന്നലെ പറയാതിരുന്നത് എന്ന് അവര് ചോദിച്ചു. സെറ്റ്സുഗോ അടുത്തുണ്ടായിരുന്നത് കൊണ്ടാ പറയാതിരുന്നത്, അവൾ അറിഞ്ഞാൽ വിഷമിക്കും എന്നവൻ ആന്റിയോട് വ്യക്തമാക്കി. തന്റെ അനിയത്തി ഒരിക്കലും വേദനിക്കരുത് എന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും അവൻ പറഞ്ഞു. അന്ന് രാത്രി അനിയത്തിയെയും കൂട്ടി അവൻ പുറത്തിറങ്ങി. പുറത്ത് നിരവധി മിന്നാമിനുങ്ങുകളുണ്ട്. സെറ്റ്സുഗോയ്ക്ക് മിന്നാമിനുങ്ങുകളെ കാണുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അതിന്റെ കൂട്ടത്തിൽ അവൾ കളിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ മിന്നാമിന്നി കൂട്ടത്തിന്റെ നടുക്ക് അവൾ വന്നെത്തി. ആ സമയം അവളുടെ അടുത്തെത്തി സേട്ട പറഞ്ഞു, മോളൊന്ന് വായ തുറന്നേ, കണ്ണടയ്ക്കണോട്ടോ. കണ്ണടച്ച് അവള് വായ തുറന്നു. അവൻ അവളുടെ വായിലേക്ക് ഒരു മിഠായി വെച്ചു കൊടുത്തു. അവൾ ആ മിഠായി നുണഞ്ഞു. അതൊരു ഫ്രൂട്ട് ക്യാൻഡി ആയിരുന്നു. ഹായ്, നല്ല രുചിയുള്ള ഫ്രൂട്ട് ക്യാൻഡിയാ, എന്റെ ഫേവറേറ്റാ എന്ന് പറഞ്ഞവൾ അവിടെ തുള്ളിച്ചാടാനും കളിക്കാനും ആരംഭിച്ചു. അത്രമേൽ സന്തോഷത്തിലായിരുന്നു അവളുടെ കളികൾ. സേട്ട അതൊക്കെ നോക്കി നിന്നിരുന്നു. ദിവസങ്ങൾ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം സേട്ട മുറിയിലുള്ളപ്പോ ആന്റി മുറിയിലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, സേട്ട നീ മുമ്പ് എവിടെയാ ജോലി നോക്കിക്കൊണ്ടിരുന്നത്? ആന്റി, ഞാനൊരു സ്റ്റീൽ കമ്പനിയിലാ ജോലി നോക്കിക്കൊണ്ടിരുന്നത്. യുദ്ധത്തില് അതൊക്കെ ഇല്ലാതായി. നീ നിന്റെ അച്ഛന് കത്തയച്ചിരുന്നോ? 10 ദിവസം മുമ്പേ അയച്ചിരുന്നു ആന്റി, പക്ഷെ മറുപടിയൊന്നുമില്ല. ഓ, ഇതിങ്ങനെ പോയാൽ ഞാനെന്ത് ചെയ്യും എന്ന് ഗൗരവത്തിൽ പറഞ്ഞ് ആന്റി അവിടുന്ന് മാറി. ആന്റിയുടെ സ്വഭാവം മാറി മാറി വരുന്നുണ്ട്. റേഷൻ കുറവായതുകൊണ്ടും ചിലവുകൾ താങ്ങാൻ പറ്റാത്തതുകൊണ്ടും അവരവിടെ തുടരുന്നത് ആന്റിക്ക് ഭാരമായി വരികയാണ്. മുന്നോട്ട് പോകുന്തോറും ആന്റിയുടെ ഇഷ്ടമില്ലായ്മ കൂടുതൽ പ്രകടമായി തുടങ്ങി. കഞ്ഞി വെച്ചു കൊടുക്കുമ്പോ തന്റെ കുടുംബാംഗങ്ങൾക്ക് ആന്റി കൂടുതൽ വറ്റുകൾ കോരിക്കൊടുക്കും. സൈറ്റയ്ക്കും സെറ്റ്സുഗോക്കുമാകട്ടെ മുകൾ ഭാഗത്തു നിന്ന് അവർ വെള്ളം മാത്രമേ കൊടുക്കുകയുള്ളൂ. സൈറ്റയ്ക്ക് ഇത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ നിസ്സഹായനാണ്. വീടില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് അവൻ തനിച്ച് എങ്ങോട്ടും പോവാൻ പറ്റില്ല. പോരാത്തതിന് അനിയത്തിയുമുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ക്രൂരതകൾ, അവഗണനകൾ അവൻ അവഗണിച്ചു. തന്റെ അനിയത്തി വിഷമിക്കാതിരിക്കാൻ എന്തു വേണമെങ്കിലും ചെയ്യാം എന്ന ഭാവമായിരുന്നു അവന്. അന്ന് സൈറ്റ സെറ്റ്സുഗോയെയും കൂട്ടി പുറത്തുപോയി. ബീച്ചിലൊക്കെ പോയി കുറച്ചധിക നേരം കളിച്ചു. അപ്പോഴാണ് നിരവധി വിമാനങ്ങൾ, ശത്രു വിമാനങ്ങൾ അങ്ങോട്ടേക്ക് പറന്നെടുക്കുന്നത് അവർ കാണുന്നത്. സൈറൻ മുഴങ്ങുകയും ചെയ്തു. അനിയത്തിയെയും കൂട്ടി അവൻ ഓടാൻ ആരംഭിച്ചു. പക്ഷേ ഓടുന്നതിനിടയിൽ തനിക്ക് വയ്യെന്നും വിശക്കുന്നെന്നും പറഞ്ഞ് സെറ്റ്സുഗോ വഴിയിലിരുന്നു. തന്റെ അനിയത്തിയും എന്തുമാത്രം വിശപ്പ് സഹിക്കുന്നുണ്ട് എന്നപ്പോഴായിരുന്നു അവൻ മനസ്സിലാക്കിയത്. ഒരു തരത്തിൽ അനിയത്തിയെയും കൂട്ടിക്കൊണ്ടവൻ വീട്ടിലെത്തി. അന്ന് മുറിയിലിരിക്കുമ്പോ ആന്റി അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നോക്ക് സൈട്ട, നിന്റെ അമ്മയുടെ കുറെ വസ്ത്രങ്ങളുണ്ട്, പുതിയ വസ്ത്രങ്ങൾ. നമുക്കിത് പുറത്ത് വിൽക്കാം. അപ്പോ അത്യാവശ്യം പണം കിട്ടും. അതുകൊണ്ട് അരിയും സാധനങ്ങളും വാങ്ങാം. സൈറ്റയ്ക്ക് മൗനാനുവാദം കൊടുക്കുകയല്ലാതെ മറ്റു വഴികളുണ്ടായിരുന്നില്ല. പക്ഷേ സെറ്റ്സുഗോ അതെന്റെ അമ്മയുടേതാണ്, അത് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ് ആന്റിയെ തടയാൻ ശ്രമിച്ചു. സൈറ്റ അനിയത്തിയെ പിടിച്ചു നിർത്തി. നിങ്ങളത് കൊണ്ടുപോക്കോളൂ എന്ന് പറയുകയും ചെയ്തു. വിശപ്പിനേക്കാൾ വലുതല്ലോ വസ്ത്രം. ഏറ്റവും കുറഞ്ഞത് തന്റെ അനിയത്തിയെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ എന്നവൻ ആഗ്രഹിച്ചിരുന്നു. അടുത്ത ദിവസം പ്രഭാത ഭക്ഷണത്തിന് അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം ലഭിച്ചു. സെറ്റ്സുഗോ കുറച്ചുകൂടി തരാൻ വേണ്ടി ആന്റിക്ക് നേരെ തന്റെ പാത്രം നീട്ടി. അപ്പോ ആന്റി പറഞ്ഞു, ഇല്ലില്ല, നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ. എന്റെ ഭർത്താവ് പണമുണ്ടാക്കിക്കൊണ്ട് വരുന്നത് കൊണ്ടാ കുറെയൊക്കെ ഭക്ഷണം ഉണ്ടാവുന്നത്. അവർക്ക് 3 നേരം നല്ല ഭക്ഷണം കൊടുക്കണം. നിങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇനി മുതൽ നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണമേ കിട്ടൂ. ആന്റി അത് പറഞ്ഞതും സെറ്റ്സുഗോ പറഞ്ഞു, എന്റെ അമ്മയുടെ വസ്ത്രം കൊടുത്തിട്ടല്ലേ ഈ സാധനങ്ങളൊക്കെ മേടിച്ചത്, എന്നിട്ട് ഞങ്ങൾക്ക് തരില്ലേ? അത് ആന്റിയെ ദേഷ്യം പിടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ആന്റി പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ഭക്ഷണവും തരില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തന്നെ വെച്ചുണ്ടാക്കിക്കോണം. അനാഥ പിള്ളേരല്ലേ എന്ന് കരുതി ആഹാരം കൊടുത്തപ്പോ പറയുന്നത് കേട്ടില്ലേ? സൈറ്റയ്ക്കും സെറ്റ്സുഗോയ്ക്കും എന്തു പറയണമെന്ന് അറിവുണ്ടായിരുന്നില്ല. അവർ നിശബ്ദരായി. ചിലത് തീരുമാനിച്ചുറപ്പിച്ച സൈറ്റ സെറ്റ്സുഗോയെയും കൂട്ടി അന്ന് സിറ്റിയിലേക്ക് പുറപ്പെട്ടു. അവിടുത്തെ ബാങ്കിലേക്കായിരുന്നു അവൻ പോയത്. സെറ്റ്സുഗോയെ പുറത്തിരുത്തി അവൻ ബാങ്കിന്റെ അകത്തേക്ക് കയറി. അപ്പോഴായിരുന്നു ആ വഴിക്ക് ഒരമ്മയും കുഞ്ഞും വന്നത്. ആ അമ്മ ആ മകളോട് സ്നേഹത്തോടെ ഇടപഴകുന്നത് കണ്ടപ്പോ സെറ്റ്സുഗോയ്ക്ക് വല്ലാത്ത വേദന തോന്നി. അവൾ അവളുടെ അമ്മയെ അത്രമേൽ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് സൈറ്റ പുറത്തേക്ക് വന്നു. അനിയത്തി ദുഃഖിച്ചിരിക്കുന്നത് കണ്ട് എന്താ കാര്യമെന്ന് ചോദിച്ചു. അവൾ അവനോടൊന്നും പറഞ്ഞില്ല. മോളിന്ന ഒരു മിഠായി കഴിച്ചെന്ന് പറഞ്ഞ് ക്യാൻഡി ബോക്സിൽ നിന്നും ഒരു മിഠായി എടുത്ത് അവൻ അനിയത്തിക്ക് കൊടുത്തു. അവരുടെ മാതാവ് ബാങ്ക് അക്കൗണ്ടിൽ 7000 yen ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു. അതിൽ നിന്ന് കുറച്ച് സൈറ്റ പിൻവലിച്ചു. ശേഷം അനിയത്തിയെയും കൂട്ടിക്കൊണ്ട് അടുത്തുള്ളൊരു പാത്രക്കടയിൽ പോയി കുക്ക് ചെയ്യാൻ വേണ്ട പാത്രങ്ങളും മറ്റു വസ്തുക്കളും മേടിച്ചു. സെറ്റ്സുഗോക്ക് ഇഷ്ടപ്പെട്ട ഒരു ചീപ്പും വാങ്ങി നൽകി. ശേഷം അവർ ആന്റിയുടെ വീട്ടിലേക്ക് തന്നെ തിരികെ വന്നു. ഭക്ഷണം പാകം ചെയ്ത് അവരിരുവരും കഴിക്കാനും തുടങ്ങി. അങ്ങനെ സമാധാനത്തിൽ കുറച്ച് ദിവസങ്ങൾ കൂടി മുമ്പോട്ടേക്ക് പോയി.
പോയി. പക്ഷേ അവരുടെ കയ്യിലെ പണം തീർന്നു വന്നു. സാധനങ്ങളും തീർന്നുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ ആഹാരം വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയെത്തി. ഒരു ദിവസം അനിയത്തിയെയും കൂട്ടി സൈറ്റ പുറത്ത് നടക്കുകയായിരുന്നു. പോകുന്ന വഴിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് അനിയത്തി വല്ലാതെ കരച്ചിലാരംഭിച്ചു. അവൻ ക്യാൻറ്റീനിൽ അവശേഷിച്ചതിൽ നിന്നും ഒരു മിഠായി എടുത്ത് അനിയത്തിക്ക് കൊടുത്തു. അത് നുണഞ്ഞ് അവൾ ആശ്വാസം കണ്ടെത്തി. അന്ന് രാത്രി ഉറങ്ങുന്നതിനിടയിൽ അമ്മയെ സ്വപ്നം കണ്ട് അവൾ അലറിക്കരഞ്ഞു. സേട്ട ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. കരച്ചിൽ തുടർന്നപ്പോ ആന്റി അങ്ങോട്ടേക്ക് വന്നു. ദേഷ്യത്തിൽ പറഞ്ഞു, എന്താ ഇവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഒന്നുകിൽ അവളുടെ വാപൊത്തി പിടിക്ക്, അല്ലെങ്കിൽ ഇവളെ പുറത്തേക്ക് വല്ലതും കൊണ്ടുപോ, ശല്യങ്ങൾ. അതും പറഞ്ഞ് ആന്റി തിരികെ പോയി. സേട്ട അനിയത്തിയെയും കൂട്ടി പുറത്തേക്കിറങ്ങി. അവിടെ അങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് സൈറൻ മുഴങ്ങി. വീണ്ടും ശത്രുരാജ്യത്തിന്റെ ആക്രമണം വരികയാണ്. അനിയത്തിയെ പുറത്തേന്തി അവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. സാധനങ്ങളും എടുത്തിട്ടായിരുന്നു അവൻ ഓടിക്കൊണ്ടിരുന്നത്. ഓടിയോടി അവൻ അവിടെയുള്ള ഒരു ഷെൽട്ടറിൽ വന്നു ചേർന്നു. ഒരു ബ്രിഡ്ജിന് കീഴിലുള്ള ഒരു ഗുഹ പോലുള്ള ഒരു ഭാഗമായിരുന്നു അത്. അവിടെ ഇരുന്നവരിരുവരും സംസാരിക്കാനും ആരംഭിച്ചു. സെറ്റ്സുഗോ സഹോദരനോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഇല്ല മോളെ, അതിന് സാധിക്കില്ല. സേട്ട ചുറ്റിലും നോക്കി. ആ ഷെൽട്ടറിൽ താമസിക്കാൻ മറ്റാരും എത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്കിത് വീടാക്കിയാലോ എന്നവൻ അനിയത്തിയോട് ചോദിച്ചു. അത് കേട്ടതും സെറ്റ്സുഗോയ്ക്ക് അത്രയ്ക്കും സന്തോഷം തോന്നിയിരുന്നു. പിന്നാലെ അവർ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. തകർന്നു വീണ വീടിൽ നിന്നും ആവശ്യമായ വസ്തുക്കളും ആന്റിയുടെ വീട്ടിലുണ്ടായിരുന്ന അവരുടെ വസ്തുക്കളും ഒക്കെ എടുത്ത് ഒരു തള്ളുവണ്ടിയിൽ കയറ്റി അതും വലിച്ച സൈറ്റ ആ ഷെൽട്ടറിലേക്ക് വന്നു. അവിടെ അവർ അവരുടെ വീടുണ്ടാക്കി. പിന്നീട് അങ്ങോട്ടേക്ക് സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു. ഇപ്പോ സ്വന്തമായൊരു വീടായി എന്നൊരാശ്വാസം അവർക്കുണ്ടായിരുന്നു. ചുറ്റുപാടുമുള്ള വസ്തുക്കൾ ശേഖരിച്ചും വിറകുകൾ സംഭരിച്ചും പല രീതികളിലും അവരോരോ വിഭവങ്ങൾ ഉണ്ടാക്കി. പലതും അത്ര രുചികരമൊന്നുമല്ല. പക്ഷേ വിശപ്പിനേക്കാൾ വലുതല്ലല്ലോ രുചി. വിശപ്പടക്കാൻ വേണ്ടി കിട്ടുന്നതെന്തും അവർ വേവിച്ചു കഴിച്ചു. രാത്രിയിൽ സെറ്റ്സുഗോക്ക് ഇരുട്ട് വല്ലാതെ ഭയമായിരുന്നു. പേടിയാവുന്നെന്ന് അവൾ തന്റെ ചേട്ടനോട് പറഞ്ഞു. സേട്ട ഒട്ടും മടിച്ചില്ല. പുറത്തേക്കിറങ്ങി കുറെ മിന്നാമിനുങ്ങുകളെ പിടികൂടി ഷെൽട്ടറിനകത്തേക്ക് വന്ന് അവരുടെ മോസ്കിറ്റോ നെറ്റിനകത്ത് അതിനെ തുറന്നു വിട്ടു. അതോടെ അവിടെ മുഴുവൻ പ്രകാശപൂരിതമായി. സെറ്റ്സുഗോയ്ക്ക് അതത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു. സഹോദരങ്ങൾ അന്ന് ഏറെ സന്തോഷത്തോടെ കിടന്നുറങ്ങി. പിറ്റേന്ന് പുലർച്ചെ സൈറ്റ് എഴുന്നേറ്റപ്പോ സെറ്റ്സുഗോ അടുത്തില്ല. അവൻ പുറത്തിറങ്ങി വെള്ളമൊക്കെ പിടിച്ചു കൊണ്ടുവന്നപ്പോ സെറ്റ്സുഗോ അവിടെ ഇരുന്ന് ഒരു കുഴി കുത്തുന്നുണ്ട്. എന്താ അതെന്ന് അവൻ പോയി നോക്കി. തലേന്ന് അവൻ പിടിച്ചുകൊണ്ടുവന്ന മിന്നാമിനുങ്ങുകൾ ചത്തുപോയിരുന്നു. സെറ്റ്സുഗോ അതിനെല്ലാം വാരിയെടുത്ത് കുഴികുത്തി മൂടിക്കൊണ്ടിരിക്കുകയാണ്. അവൾ തന്റെ സഹോദരനോട് പറഞ്ഞു, നമ്മുടെ അമ്മയും ഇതുപോലെ ഏതോ മണ്ണിനടിയിലായിരിക്കുമല്ലേ. അത് കേട്ടതും അവന്റെ കണ്ണുകൾ നിറഞ്ഞു. സെറ്റ്സുഗോ ഇതെങ്ങനെ അറിഞ്ഞു എന്നവനൊരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. സെറ്റ്സുഗോ പറഞ്ഞു, എനിക്കെല്ലാം അറിയാം ചേട്ടാ. നമ്മുടെ ആന്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അമ്മ മരിച്ച പോലെ നിങ്ങളും അനാഥ ശവങ്ങളായി തീരുമെന്ന്. അന്നേ എനിക്കറിയാമായിരുന്നു അമ്മ മരിച്ചുപോയെന്ന്. എന്തിനാ ചേട്ടാ എന്നോടത് പറയാതിരുന്നത്? അമ്മയെ അവസാനമായി എനിക്കൊന്ന് കാണാനെങ്കിലും പറ്റിയേനേലോ. അത് കേട്ടതും സൈറ്റയുടെ കണ്ണുകൾ അത്രമേൽ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. തന്റെ അനിയത്തിയറിഞ്ഞ് വേദനിക്കരുതെന്ന് അവൻ ആഗ്രഹിച്ചിരുന്ന കാര്യം അതവൾ അറിഞ്ഞിരിക്കുന്നു. അതിന്റെ ദുഃഖം താങ്ങാൻ അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു തരത്തിൽ കണ്ണീരടക്കി അവൻ അവളോടായി പറഞ്ഞു, മോളെ, അമ്മയുടെ ചിതാഭസ്മം ആന്റിയുടെ വീടിന്റെ ഭാഗത്തുള്ള ഒരു മരത്തിന്റെ ചൂട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മയെ കാണാൻ തോന്നുമ്പോഴൊക്കെ നമുക്ക് അവിടെ പോകാം. സെറ്റ്സുഗോ നിറകണ്ണുകളോടെ തന്റെ ചേട്ടനെ നോക്കി. പിന്നാലെ ചോദിച്ചു, അമ്മയും വേഗം മരിച്ചുപോയി, മിന്നാമിനുങ്ങുകളും വേഗം മരിച്ചുപോയി. അതെന്താ ചേട്ടാ? മോളെ, ഇതിനെയാണ് മോളെ ജീവിതമെന്ന് പറയുന്നത്. അടുത്തൊരു ദിവസം അനിയത്തിയെയും കൂട്ടി സൈറ്റ പുറത്തുപോയ സമയത്ത് അവരുടെ ഷെൽട്ടറിനോട് ചേർന്ന് മീൻ പിടിക്കാനായി കുറച്ച് കുട്ടികൾ വന്നു. അവർ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ തട്ടിത്തെറിപ്പിക്കുകയും അലങ്കോലമാക്കുകയും ചെയ്തു. തിരികെ വന്ന സൈറ്റ കണ്ടത് തങ്ങളുടെ വസ്തുക്കളൊക്കെ നശിച്ചു കിടക്കുന്നതായിരുന്നു. അതോടെ ഭക്ഷണം പാകം ചെയ്യാനുള്ളത് പോലും അവർക്കില്ലാതായി. സഹായത്തിന് അവർ അവിടുത്തെ ഒരു കർഷകന്റെ അടുത്തെത്തി. അയാളുടെ പക്കൽ നിന്നാണ് അവർ വസ്തുക്കൾ വാങ്ങിയിരുന്നതും മറ്റും. പക്ഷേ കർഷകൻ അവരോട് പറഞ്ഞു, ഈ ഗ്രാമത്തിന് മുഴുവൻ ഭക്ഷണം കൊടുത്തോണ്ടിരുന്നത് ഞാനാണ്. ഇപ്പോ എനിക്ക് കഴിക്കാൻ പോലും ഒന്നുമില്ലാത്ത അവസ്ഥയാ. ഞാനെങ്ങനാ നിങ്ങളെ സഹായിക്കുന്നേ? ദുഃഖത്തോടെ കുട്ടികൾ അവിടുന്ന് പോരാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് ശത്രുരാജ്യത്തിന്റെ വിമാനം വരുന്നത് അവർ കണ്ടു. ആക്രമണവും തുടങ്ങിയിരുന്നു. അനിയത്തിയുമായി അടുത്തുള്ള കൃഷിയിടത്തിലേക്ക് സേട്ട ചാടി ഒളിച്ചു. നോക്കുമ്പോൾ അവിടെ പഴുത്തു കിടക്കുന്ന കുറെ തക്കാളികളുണ്ട്. വിശപ്പടക്കാൻ സേട്ട അതിൽ നിന്ന് ചിലത് പറിച്ചു കഴിച്ചു. അനിയത്തിക്കും പറിച്ചു കൊടുത്തു. കുറച്ച് പിന്നീട് കഴിക്കാനായി അവർ കൈകളിലെടുത്തു. അന്ന് തിരികെ പോകുമ്പോ സേട്ടയുടെ
സേട്ടയുടെ മനസ്സിൽ പല ചിന്തകളും വന്നു. ഇനി മുതൽ ഭക്ഷണം നേടാൻ വേറെ വഴിയൊന്നുമില്ല, മോഷ്ടിക്കുകയേ വഴിയുള്ളൂ. അടുത്ത ദിവസം സേട്ട സഹോദരിയുടെ മുടിയൊക്കെ ചീകിക്കൊടുത്ത് അവളെ പരിപാലിക്കുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ ശരീരത്തിൽ ചുവന്നു തടിച്ച പാടുകൾ അവൻ ശ്രദ്ധിക്കുന്നത്. നല്ല ഭക്ഷണം കിട്ടാതെ സഹോദരിയുടെ ശരീരം ക്ഷീണിച്ചിട്ടുണ്ട്. സേട്ടയുടെയും വ്യത്യസ്തമൊന്നുമല്ല. സെറ്റ്സുഗോ എന്ന ചേട്ടനോട് പറഞ്ഞു, എനിക്ക് തീരെ വയ്യ ചേട്ടാ, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. സമയം രാത്രി പിന്നിട്ടിരുന്നു. അത്ര നേരമായിട്ടും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അനിയത്തിയുടെ വിശപ്പിനെ പറ്റി ആലോചിച്ചപ്പോ നോക്കി നിൽക്കാൻ സേട്ടയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. സേട്ട പുറത്തിറങ്ങി അടുത്തുള്ള കരിമ്പിൻ തോട്ടത്തിൽ ചെന്നു. ഒരു കരിമ്പ് വലിച്ചു പറിക്കാൻ ശ്രമിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ തോട്ടക്കാരൻ അവിടെ എത്തി. അവനെ കൈയോടെ പിടികൂടി ശക്തമായി മർദ്ദിക്കാൻ ആരംഭിച്ചു. നിരവധി തവണ സേട്ട അയാളോട് മാപ്പപേക്ഷിച്ചു. പക്ഷേ സേട്ടയുടെ മാപ്പൊന്നും അയാൾ ചെവികൊള്ളുന്നേ ഉണ്ടായിരുന്നില്ല. ക്രൂരമായി മർദ്ദിച്ച് സേട്ടയെ ഷെൽട്ടറിൽ നിന്ന് പിടികൂടി അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാൻ തുടങ്ങി. സെറ്റ്സുഗോ ഇതൊക്കെ കണ്ട് ഭയന്നിരുന്നു. സെറ്റ്സുഗോ അവരുടെ പിന്നാലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ആ അവശനിലയിൽ സേട്ടയാകട്ടെ അയാളോട് പറയുന്നുമുണ്ട്, ദയവ് ചെയ്ത് എന്നെ തല്ലരുത്, ഞാനിനിത് ആവർത്തിക്കില്ല. എന്റെ അനിയത്തിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാതെ വന്നപ്പോ ഞാൻ ചെയ്തു പോയതാണ്, എന്നോട് ക്ഷമിക്കണം. പക്ഷേ ആ മനുഷ്യൻ ഒരു ദയ്യം കാണിച്ചില്ല. സേട്ടയെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. പോലീസുകാരും അവനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു. പിന്നീട് അവൻ പറഞ്ഞുവിടപ്പെട്ട് പുറത്തിറങ്ങിയപ്പോ അനിയത്തി അവിടെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ വല്ലാത്ത അവശനിലയിലായിട്ടുണ്ട്. മർദ്ദനമേറ്റ സേറ്റയുടെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. തന്റെ അനിയത്തിയെ കണ്ടതും അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അനിയത്തിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് ആ നിമിഷം അവൻ ഉറപ്പിച്ചു. പിന്നീട് അവൻ ചെയ്തത് ആരെയും ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു. യുദ്ധം നടക്കുന്ന സമയത്ത് ബോംബ് എവിടെ വീഴുന്നോ ആ ഭാഗത്തേക്ക് അവൻ ധൈര്യം സംഭരിച്ച് ഓടിച്ചെല്ലും. ജനങ്ങൾ അവിടുത്തെ വീടും മറ്റും വിട്ട് ഓടിയിട്ടുണ്ടാകുമല്ലോ. ആ വീടുകളിൽ കടന്ന് ഭക്ഷണ സാധനങ്ങളും മറ്റും അവൻ കവർന്നെടുക്കും. ഏതു നിമിഷം വേണമെങ്കിലും കൊല്ലപ്പെടാം. പക്ഷേ തന്റെ ജീവനും ജീവിതത്തിനുമപ്പുറം അനിയത്തിയുടെ വിശപ്പ് അവനത്രമേൽ വലുതായി മാറിയിരുന്നു. അങ്ങനെ അവൻ കൊണ്ടുവരുന്ന ഭക്ഷണം കൊണ്ട് കുറച്ച് ദിവസങ്ങൾ കൂടി മുമ്പോട്ടേക്ക് പോയി. പക്ഷെ അതും അധികകാലം നീണ്ടുനിന്നില്ല. വീണ്ടും ദാരിദ്ര്യവും ഭക്ഷണമില്ലായ്മയും അവരെ പിടികൂടി. ഒരു ദിവസം അത്തരത്തിൽ ഭക്ഷണവും എടുത്ത് അവൻ ഓടി വന്നപ്പോ കണ്ടത് സെറ്റ്സുഗ വീണ് കിടക്കുന്നതായിരുന്നു. അനിയത്തിയെ താങ്ങിയെടുത്ത് അവൻ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവളുടെ ശരീരം വല്ലാതെ ചുവന്നു തടിച്ചിട്ടുണ്ട്. വാരിയലുകൾ തെളിഞ്ഞിരിക്കുന്നു. ന്യൂട്രീഷൻ കുറവും വയറിളക്കവും എല്ലാം കാരണം അവളുടെ ആരോഗ്യം ശോഷിച്ച അവസ്ഥയിലായിരുന്നു. ഡോക്ടർ പരിശോധിച്ച് ഇതിന് മറ്റു മരുന്നില്ലെന്നും നല്ല ഭക്ഷണം കൊടുക്കുകയേ വഴിയുള്ളൂ എന്നും പറഞ്ഞു. എവിടെ നിന്ന് ഭക്ഷണം കിട്ടും എന്നവൻ ഡോക്ടറോട് ചോദിച്ചെങ്കിലും നിശബ്ദതയായിരുന്നു മറുപടി. അനിയത്തിയെയും എടുത്ത് അവൻ പുറത്തിറങ്ങി. എനിക്ക് ദാഹിക്കുന്നെന്ന് അവൾ പറഞ്ഞു. നോക്കുമ്പോ വഴിയിൽ നിന്നൊരാൾ ഐസ് കട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കുറച്ചു ഭാഗം താഴെ വീണ് പോയിരുന്നു. അതിന്റെ മുകൾ ഭാഗത്തുള്ള കുറച്ച് ഐസ് എടുത്ത് അവൻ തന്റെ അനിയത്തിയുടെ വായ നനച്ചു കൊടുത്തു. പിന്നാലെ അവൻ അനിയത്തിയോട് ചോദിച്ചു, മോളെ, മോൾക്ക് എന്തൊക്കെയാ കഴിക്കാൻ വേണ്ടത്? മോള് പറ, ചേട്ടൻ അത് എവിടുന്നാണെങ്കിലും കൊണ്ടുവരാം. അവള് പറഞ്ഞു, എനിക്ക് കുറച്ച് ചോറ് തിന്നണം, കുറച്ച് നൂഡിൽസ് കഴിക്കണം, കുറച്ച് ഐസ്ക്രീമും തിന്നണം. തന്റെ അനിയത്തിയെ ചേർത്ത് പിടിച്ച് അവൻ അവളോടായി പറഞ്ഞു, മോൾക്ക് വേണ്ടി ഞാൻ എല്ലാം കൊണ്ടുവരാം. ബാങ്കിൽ കുറച്ച് പണം കൂടി ബാക്കിയുണ്ട്. അതെടുക്കാൻ വേണ്ടി അവൻ അടുത്ത ദിവസം തന്നെ ബാങ്കിലേക്ക് ചെന്നു. അവിടെ വെച്ച് പണം മാറുമ്പോ അവിടുത്തെ ആളുകളുടെ സംസാരം അവൻ കേട്ടു. ജപ്പാൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. നേവിയിലുള്ളവരടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ അത് പറഞ്ഞത് കേട്ടതും സെറ്റ്സുഗോയ്ക്ക് സഹിച്ചില്ല. സെറ്റ്സുഗോ അത് പറഞ്ഞ ആളെ പിടിച്ച് വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കി. പക്ഷേ സത്യം വളരെയധികം ആഘാതമേൽപ്പിക്കുന്നത് തന്നെയായിരുന്നു. തന്റെ അച്ഛൻ മരണപ്പെട്ടിരിക്കും എന്ന യാഥാർത്ഥ്യം അവൻ ഉൾക്കൊണ്ടു. അതവനിൽ വല്ലാത്ത വേദന നിറച്ചു. അച്ഛൻ എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകും എന്നതായിരുന്നു അവരുടെ ആകെയുള്ള പ്രതീക്ഷ. അതും അസ്തമിച്ചിരിക്കുന്നു. അന്ന് പുറത്തേക്കിറങ്ങിയവൻ അച്ഛന്റെ ഫോട്ടോ നോക്കി ഒരുപാട് കരഞ്ഞു. സെറ്റ്സുഗോയ്ക്ക് ഇപ്പോൾ ആരുമില്ല, അവളെ ഞാൻ തന്നെ നന്നായി നോക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ സെറ്റ്സുഗോയുടെ അടുത്തേക്ക് നടന്നു പോവാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ അവൾക്ക് വേണ്ട സാധനങ്ങളും അവൻ വാങ്ങി. ഷെൽട്ടറിൽ അവശനിലയിൽ സെറ്റ്സുഗോ കിടക്കുകയായിരുന്നു. അവളുടെ കയ്യിൽ ക്യാൻഡി ടിന്നും ഒരു പാവയുമുണ്ട്. ക്യാൻഡി ബോക്സിലുണ്ടായിരുന്ന കല്ലുകളെടുത്ത് അത് മിഠായി എന്ന് തെറ്റിദ്ധരിച്ച് അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്കെത്തിയ സേട്ട ഞെട്ടലോടെയായിരുന്നു അത് കണ്ടത്. നീ എന്തായി ചെയ്യുന്നതെന്ന് പറഞ്ഞ് സേട്ട വേഗത്തിൽ അവളുടെ വായിൽ നിന്ന് ആ കല്ലുകൾ പുറത്തെടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോ അടുത്ത് കിടന്ന വലിയ 2 കല്ലുകളെടുത്ത് അത് ചോറുരുളകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചേട്ടനുള്ളതാ എന്ന് പറഞ്ഞവൾ നീക്കിവെക്കാൻ തുടങ്ങി. അവളുടെ രോഗം മൂർച്ഛിച്ചിരുന്നു. സേട്ട ദുഃഖത്തോടെ അനിയത്തിയുടെ അവസ്ഥ നോക്കിക്കണ്ടു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. താൻ കൊണ്ടുവന്ന പൊതിയിൽ നിന്നും ഒരു വാട്ടർമെലൻ എടുത്ത് അത് മുറിച്ച് അവൻ അനിയത്തിയുടെ വായിൽ വെച്ചു കൊടുത്തു. മോളെ, ഇത് മോൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ, മോളിത് കഴിച്ച് അവൻ പറഞ്ഞു. അവൾ ആ വാട്ടർമെലൻ നുണഞ്ഞു. ചേട്ടാ, ഇത് നല്ല രുചിയുണ്ട്. അവശതയിൽ അവളുടെ ശബ്ദമിടറുന്നുണ്ടായിരുന്നു. ആ ഒരു ദിവസം അനിയത്തിയുടെ പക്കൽ തന്നെ അവൻ ചില
ചെലവഴിച്ചു. രാത്രിയിൽ ശക്തമായ കാറ്റും കോളുമുണ്ടായിരുന്നു. നല്ല രീതിയിൽ മഴയും പെയ്തു. ആ രാത്രി സെറ്റ്സുഗോ അതിജീവിച്ചില്ല. വിശപ്പിന്റെയും പോഷകക്കുറവിന്റെയും കടാര ആ കുട്ടിയെ കൊലപ്പെടുത്തിയിരുന്നു. സെയ്റ്റയ്ക്ക് അത് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. തന്റെ അനിയത്തിയുടെ മൃതദേഹവും കെട്ടിപ്പിടിച്ച് കുറച്ചുനേരം ആ പാവം പയ്യൻ കിടന്നു. പിന്നീട് എഴുന്നേറ്റ് തന്റെ അനിയത്തിയുടെ മൃതശരീരം മറവ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ അവൻ ചെയ്തു. സെറ്റ്സുഗോയുടെ ശരീരം ഒരു പെട്ടിയിലാക്കി. ആ കൂട്ടത്തിലേക്ക് അവൾക്ക് പ്രിയപ്പെട്ട പാവക്കുട്ടിയും മറ്റു വസ്തുക്കളും അവൻ ചേർത്തു വെച്ചു. അവസാനമായി ഒരിക്കൽ കൂടി തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ മുഖം അവൻ നോക്കിക്കണ്ടു. അവന്റെ ഹൃദയം നുറുങ്ങിപ്പോയിരുന്നു. അത്രമേൽ വേദന ആ പാവം പയ്യൻ കടിച്ചമർത്തി. ഏറ്റവും ഒടുവിൽ അവൻ സഹോദരിയുടെ ചിതയ്ക്ക് തീവെച്ചു. വേദനകളും വിശപ്പുമില്ലാത്തൊരു ലോകത്തേക്ക് ആ പെൺകുട്ടി മറഞ്ഞുപോയി. സെയ്റ്റ അവൾക്കേറെ പ്രിയപ്പെട്ട ആ ക്യാൻഡി ബോക്സ് കയ്യിലെടുത്തു. അതിനുള്ളിൽ അവളുടെ ചിതാഭസ്മം നിറച്ചു. അവിടെ ആ സമയം നിരവധി മിന്നാമിനുങ്ങുകൾ പറന്നുയരുന്നുണ്ടായിരുന്നു. ആ ചിതാഭസ്മവും കയ്യിലേന്തി സെയ്റ്റ കുറേയിടത്ത് അലഞ്ഞു. വിശപ്പവനെ വല്ലാതെ തളർത്തിയിരുന്നു. ഒടുവിലായിരുന്നു അവൻ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തപ്പെട്ടത്. അവശത അവനെ ആകെ തളർത്തിയിരുന്നു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നടന്നു നീങ്ങുന്നു. എല്ലാവരും അവരവരുടെ തിരക്കുകളിലാണ്. ഒടുവിലവൻ അവിടെ തളർന്നു വീണപ്പോൾ ഒരീച്ച അവന്റെ കവളിൽ വന്നിരുന്നു. ആ സമയം അനിയത്തിയുടെ ശബ്ദം അവൻ കേട്ടു. ചേട്ടാ, എനിക്ക് വിശക്കുന്നു. വിഷമിക്കേണ്ട മോളെ, ഞാൻ വേഗം മോൾക്ക് ആഹാരം കൊണ്ടുവരാം. വാക്കുകൾ ഇടറിക്കൊണ്ട് അവൻ പറയുന്നുണ്ടായിരുന്നു. അതിനു പുറകെയായിരുന്നു അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞതും. പിന്നീട് ക്ലീൻ ചെയ്യുന്ന വ്യക്തി വന്ന് സെയ്റ്റയുടെ കയ്യിലുണ്ടായിരുന്ന ആ ക്യാൻഡി ബോക്സ് പുറത്തേക്ക് എറിഞ്ഞു. അത് പുറത്തു വീണതും അതിലുണ്ടായിരുന്ന ചിതാഭസ്മം പുറത്തേക്ക് തെറിച്ചു. പിന്നാലെ അവിടെ കുറെ മിന്നാമിനുകൾ പ്രത്യക്ഷപ്പെട്ടു. മുമ്പ് സെറ്റ്സുഗോ അടക്കം ചെയ്ത മിന്നാമിനുങ്ങിന്റെ ആത്മാക്കൾ. തൊട്ടുപുറകെ സെറ്റ്സുഗോയുടെ ആത്മാവും അവിടെ പ്രത്യക്ഷപ്പെട്ടു. കുറച്ചു കഴിഞ്ഞ് സെയ്റ്റയുടെ ആത്മാവും തന്റെ പ്രിയപ്പെട്ട അനിയത്തിയുമായി ഇനി ഒരിക്കലും അവൻ പിരിയില്ല. അവരുടെ ആ ലോകത്ത് വേദനകളില്ല, വിശപ്പില്ല, യുദ്ധമില്ല. ആ രണ്ട് ആത്മാക്കളും ആ മരത്തിനടുത്തേക്ക് പുറപ്പെട്ടു. അവരുടെ അമ്മയുടെ ചിതാഭസ്മം അടക്കം ചെയ്ത ആ ഇടത്തേക്ക് അവിടിരുന്ന് അവർ ഈ ലോകത്തെ നോക്കിക്കണ്ടു. ആ ദൃശ്യത്തിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. ഒരു അനിമേ ചലച്ചിത്രത്തിനപ്പുറം മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ഒരു കഥ ഇതിനുണ്ട്. യഥാർത്ഥ സംഭവകഥയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.